ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാഷ്. നമ്മളീ കാണുന്നത് സൂര്യാസ്തമയമാണ്. കന്യാകുമാരിയിലേക്കാണ് സൂര്യാസ്തമയം സൂര്യോദയമൊക്കെ കാണാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളവിടെ നിന്നും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. കാരണം സൂര്യൻ ഇപ്പം കാലത്ത് ഇത്ര നേരം ഉദിച്ചു നിന്നിട്ട് അസ്തമിക്കാൻ പോവാണ്. നമ്മൾ ഇവരോട് പറഞ്ഞ പോലെ കാലത്തൊരു അധ്വാനത്തിന് ശേഷം ആള് റെസ്റ്റ് ചെയ്യാനല്ല പോണത്. ഇത് വേറെ എവിടെ ആൾ ഉദിക്കണ്ടെന്നാണ് പറയണത്. ഇപ്പം ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, എവിടെ ഇനി വേറെ ഉദിക്കുന്നത്, റെസ്റ്റ് ചെയ്തൂടെ? നമ്മൾ പറയില്ലേ കാലത്ത് എണീറ്റു വൈകിട്ട് നമ്മൾ രാത്രിയിൽ റെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ സൂര്യൻ റെസ്റ്റ് ചെയ്യണില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഈ ഇടതടവില്ലാതെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു അസ്തമിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പം ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത നാടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് തോന്നണത് ആള് ഇങ്ങനെ കണ്ടിന്യൂസ് ആയ കാരണം എന്തുകൊണ്ട് ഇത്രയ്ക്കൊക്കെ ചൂട് അനുഭവപ്പെടണം എന്തുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു റെസ്റ്റും ഇല്ലാണ്ടാണ് ഈ വർക്ക് ചെയ്യണം. അപ്പം എത്ര പൈസ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു 1000 രൂപ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയി. ഒരു 1500 രൂപ. ഈ സൂര്യൻ ഗ്രഹം എന്ന് പറഞ്ഞ് അത്യാഗ്രഹമല്ല, ഗ്രഹം, ആഗ്രഹം, അന്യഗ്രഹം എന്നൊക്കെ പറഞ്ഞ പോലെ വീണ്ടും അങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ രാത്രി എന്ന് പറയും, വേറെ സ്ഥലത്ത് സൂര്യൻ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പം അമേരിക്കയിലൊക്കെ ഇങ്ങനെ നേരം വിളക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ സൂര്യൻ തന്നെ പോയിട്ട് വേണം അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ. പ്രകൃതി വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതായത് സൂര്യൻ താഴത്തേക്ക് പോണു. ഇപ്പം കടലിൻ്റെ അവിടെയാണെങ്കിൽ കടലിൻ്റെ അടിയിലേക്ക് പോണ പോലെ തോന്നിക്കുക. ഇപ്പം അവിടെയുള്ളവർ, അമേരിക്കയിലുള്ളവർ എണീറ്റു, പല്ല് തേച്ചു, ബാത്റൂമിൽ പോയി കുളി കഴിഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കണ്ടാവും. ഇത് തോന്നുന്നു കേട്ടാ. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളൊരു തന്നെയാണ് എനിക്ക് തോന്നണത്. അല്ലാണ്ട് ഇപ്പോൾ അസ്തമിച്ചിട്ട് കടലിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ലെന്നുകൊണ്ട് ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല കേട്ടാ. ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ വല്ലാണ്ട് വലിയ ഡയലോഗ് കൂടണില്ല. ചിലപ്പോൾ അസ്തമിക്കുണ്ടാവും എന്ന് തോന്നണം. ഇന്നലെ ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകണ ഒരു ടീം അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അവിടെ ഒരുപാട് നല്ല അനുഭവങ്ങളാണ് പറഞ്ഞത്. അവിടുത്തെ അവരുടെ തലസ്ഥാനം, അതുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡുകൾ, അവരുടെ രീതികളൊക്കെ അവിടെ നമുക്ക് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ ഫുൾ ടൈം നിൽക്കാൻ തോന്നിക്കുന്നുണ്ട് അവർ പറയണത്. കാരണം വെച്ചാൽ നമ്മുടെ രാജ്യം പോലെയല്ല അത്ര, അവിടെ എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പം അങ്ങനെ ഒരു അസ്തമയം ഇന്ന് കാണാൻ പറ്റി. ഇവിടുത്തെ ഉദയങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്, പക്ഷെ അസ്തമയം ഇന്ന് കാണാൻ പറ്റി. അയിനിക്കാട് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ വെറുതെ അല്ലെങ്കിൽ വർക്കില്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈകിട്ടും ചിലപ്പോൾ ഒരു നടത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളൊരു പടം പിടുത്താണ്. പ്രകൃതി ഭയങ്കര ഒരു ചായക്കൂട്ടുകാരനാന്ന് പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഈ മേഘങ്ങളൊക്കെ, ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഒരു സുരേഷ് എന്നാണ് പറയാം. ഞാൻ ആളെ ശില്പി എന്നാണ് വിളിക്കാറ്. അയാൾ വളരെ വലിയൊരു സംഭവം ആവേണ്ട ഒരാളാണ്. ഇന്നും അതായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തൊക്കെ അവാർഡുകൾ മേടിച്ചിട്ടൊക്കെ വരുന്നൊരു ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. ഇപ്പോൾ ആളോട് വരയ്ക്കാൻ പറഞ്ഞ ആൾ വളരെ കാരിക്കേച്ചർ എന്ന് പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ആൾ വരയ്ക്കിയത്. ഇനിയിപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല നാളെ പ്രകൃതി അണിച്ചൊരുക്കുന്ന ആ ഒരു ചായക്കൂട്ടുകൾ. മറ്റൊരു ദിവസം വേറൊരു രീതിയിലായിരിക്കും.
മനുഷ്യരും എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഓരോ ദിവസം ഓരോ പ്രകൃതിയുടെ പോലെ ഓരോ സ്വഭാവങ്ങളാണ്. സ്ഥായി ആയിട്ടുള്ള ഒരു പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിച്ചിട്ടില്ല. ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ ഈ ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള നിറങ്ങളും പല കാർമേഘങ്ങൾ, പലതരത്തിലുള്ള പക്ഷികൾ എന്ന് വേണ്ട പലതരത്തിലുള്ള പല രീതികൾ ഒക്കെ നമുക്ക് വ്യത്യസ്തമായി കാണാൻ കഴിയും. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മളൊരു പ്രകൃതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയായിരിക്കും. ഇപ്പം കൂടുതലും നേരം ഇവിടെ നിൽക്കണില്ല, കാരണം ഞങ്ങൾ ഇരുട്ടായി തുടങ്ങി. അപ്പം ആ മോളിൽ കൂടെയൊക്കെ നമ്മൾ ഈ എരണ്ടാന്ന് പറയും. എരണ്ടാന്ന് നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടുണ്ടോ? എരണ്ടകൾ കൂട്ടമായിട്ടൊക്കെ തന്നെ പോകുന്നുണ്ട്. അവരിപ്പോൾ കൂട്ടമായിട്ട് പോണത് ഇതിലൊക്കെ കിട്ടണില്ല എന്നുകൊണ്ടില്ല. ഒരു പ്രത്യേക രീതിയിലാണ് അവർ പോവുക. അവർ ചിലപ്പോൾ ഒരു 10-100 പേര്, ചിലപ്പോൾ 50 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ ഒരു ബണ്ടും കൂടെയൊക്കെ ആളുകൾ പോണതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാൻ നിൽക്കുന്ന റോഡിൻ്റെ സൈഡിൽ കൂടെ വണ്ടികൾ പോകുന്നതാണ്. അപ്പോൾ പ്രകൃതിയിൽ വരുന്ന മാറ്റം ഇപ്പം നമ്മൾക്ക് അറ്റത്ത് കാണുന്ന പോലെ എരണ്ടകൾ ഇങ്ങനെ പോകുന്നുണ്ട്. എരണ്ടപ്പോളി, കൊക്ക്, അങ്ങനെ ഇന്നും സൂര്യൻ അസ്തമിച്ചു. നാളെ വരുമെന്നുള്ള പ്രതീക്ഷ പറഞ്ഞിട്ട് ആൾ പോവാണ്. പക്ഷേ ഈ സൂര്യൻ്റെ അത്രയ്ക്ക് പ്രതീക്ഷ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ സൂര്യൻ നാളെ ഉദിക്കുന്നത് നമുക്ക് ഉറപ്പാണ്. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ചെന്ന് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒടുവിലത്തെ താഴം ചിത്രത്തിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ദിവ്യബലിയിൽ പറയണ പോലെ, ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ഇനിയൊരു വീഡിയോ എടുക്കാൻ ഞാൻ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ.